ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണം കടുപ്പിച്ച് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ നടത്തിയ പര്യടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി 57ഓളം സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകിയത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് പര്യടനത്തിന്റെ ഭാഗമായത്. വിപ്ലവം വിജയിക്കട്ടെ. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് കെ രാധാകൃഷ്ണൻ ഈ വഴിക്കാരികളിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അഭിവാദ്യം ചെയ്യുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, ഈ നടന്നിരുന്ന ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹാക്കളെ, 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് മണ്ഡലത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് കെ രാധാകൃഷ്ണൻ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗരന്മാരുടെ സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു വരികയും കേന്ദ്ര ഗവൺമെൻറ് എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ആളുകളും പറയുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മുടെ മണ്ഡലത്തിലെ ഓരോ പ്രദേശവും. നമ്മുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സഖാവ് രാധേട്ടനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. റൈറ്റ് ന്യൂസ് ചേലക്കര.